തീവ്രവാദികളുടെ കോട്ട ലക്ഷ്യമാക്കി ഒറ്റവെടിക്ക് ഒരു നഗരം മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഭീമാകാരമായ പീരങ്കി സ്ഥിരമായി നീങ്ങുകയാണ്. അതിന്റെ ശക്തിയിൽ ഭയന്ന് പീരങ്കിയുടെ വെടിക്ക് മുന്നിൽ കോട്ടയുടെ കട്ടിയുള്ള വാതിലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വിമതർ കോട്ടയുടെ പിന്നിലേക്ക് പിൻവാങ്ങുന്നു. അതീവ നിരാശരായി വെടിവെക്കുന്നതിനു മുമ്പ് ആ ആയുധം നശിപ്പിക്കാൻ അവർ അവരുടെ ഏറ്റവും മികച്ച പോരാളികളെ അയച്ചു. പീരങ്കി ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വില്യം അതിന്റെ ബാരലിന് നേരെ തന്റെ യുദ്ധവിമാനം പറത്തി അതിനെ തടയാൻ സ്വയം ബലിയർപ്പിക്കാൻ ലക്ഷ്യമിട്ടു. എന്നാൽ അവൻ വിജയിക്കാൻ പോകുമ്പോൾ തന്നെ മറ്റൊരു യുദ്ധവിമാനം അവനുമായി കൂട്ടിയിടിച്ച് അവനെ തട്ടിമാറ്റുന്നു. ശ്രമം പരാജയപ്പെട്ടു. പീരങ്കിക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. പീരങ്കിയുടെ കമാൻഡർ തന്റെ ആളുകളോട് ആക്രമണത്തിന് തയ്യാറെടുക്കാനും എല്ലാ വിമതരെയും ഇല്ലാതാക്കാനും ഉത്തരവിട്ടു. അപ്രതീക്ഷിതമായി ഒരു വൃദ്ധൻ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിവന്നു. റോബോട്ടുകൾ ഉടൻ തന്നെ വെടിയുതിർക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ശക്തമായ വെടിവെപ്പിനിടയിൽ വൃദ്ധൻ ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നു. വിമതരും പീരങ്കി സംഘവും അവിശ്വസനീയത്തോടെ തുറിച്ചുനോക്കി. ഇത് ഏതെങ്കിലും തന്ത്രമായിരുന്നോ അതോ വൃദ്ധൻ ശരിക്കും അജയ്യനായിരുന്നോ? യുദ്ധക്കളത്തിൽ നിശബ്ദത തളം കെട്ടി. അന്തരീക്ഷം സംഘർഷഭരിതമായി.